എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷുനാളിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന വിഷുക്കട്ട വീഡിയോ ആണ് ഇന്നത്തേത്. ഈ ഒരു വിഷുക്കട്ട ഞാൻ വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യമായിട്ട് വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വിഷുക്കട്ട വീഡിയോ തയ്യാറാക്കാൻ പോയാലോ. നമുക്കിനി വിഷുക്കട്ട തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ ഉണക്കലരി എടുക്കാം. അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർത്താനായിട്ട് മൂടി മാറ്റി വെച്ചു കൊടുക്കാം. അരി കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ നാളികേരം ഒന്ന് തിരുമ്മി പാല് പിഴിഞ്ഞെടുത്ത് വെക്കാം. ഞാനിവിടെ ഇതുപോലൊരു നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 1.5 കപ്പ് അളവില് 1-ാം പാല് മാറ്റി വെക്കണം. 3 കപ്പ് അളവില് 2-ാം പാല് മാറ്റി വെക്കണം. 3 കപ്പ് അളവിൽ തന്നെ 3-ാം പാലും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അരി കുതിർത്താൻ വെച്ചിട്ട് 10-20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ കുതിർന്നു വന്നിട്ടുള്ള ഈ ഒരു അരി ഒരു കുക്കറിലേക്ക് വേവിക്കാനായിട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ അരി വേവിക്കാനായിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ 3-ാം പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അരി വേവിച്ചെടുക്കാം. നല്ലതുപോലെ അരി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കർ മൂടി ഒരു 2 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. നമ്മൾ അരി കുതിർത്തി എടുത്തിട്ടുള്ളത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ അരി വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ അരി വേവിക്കാനായിട്ട് ഒരടപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അരി ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ ഒരു 2 വിസിലിന് ശേഷം ഞാൻ ഈ കുക്കറിന്റെ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് മറ്റൊരു പാനിലേക്ക് മാറ്റാം. പാൻ എടുക്കുമ്പോൾ നോൺ സ്റ്റിക് പാൻ എടുക്കുന്നത് ാണ് കേട്ടോ നല്ലത്. കാരണം നമ്മൾ ഇനി ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വരട്ടാൻ പോവാണ്. ഇനി ഒരു നോൺ സ്റ്റിക് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാനിലേക്ക് വേവിച്ച ചോറ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ എടുത്തിട്ടുള്ള 2-ാം പാല് ഒഴിച്ചു കൊടുക്കുവാണ്. 3 കപ്പ് അളവിലാണ് 2-ാം പാല് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി 2-ാം പാലിൽ വെച്ച് ഈ റൈസ് ഒന്നും കൂടെ നമുക്ക് വേവിച്ചെടുക്കണം. ഇനിയിപ്പോ ഈ ഒരു നാളികേര പാല് മുഴുവനും തന്നെ അരിയിലേക്ക് പിടിച്ചൊന്ന് വറ്റിക്കിട്ടണം. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതുവരെയും അരിയിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുവാണ്. കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടെ ചേർക്കാം. 2-ാം പാലോ ചേർത്ത് ഒന്ന് നല്ലപോലെ വറ്റി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1-ാം പാല് കൂടെ ചേർക്കണം. 3 കപ്പ് 2-ാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2-ാം പാല് മുഴുവനും തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരു ഭാഗമായാൽ പിന്നെ നമുക്കിതിലേക്ക് 1-ാം പാല് കൂടെ ചേർക്കാം. ഞാനിന്ന് ഈ ഒരു ഉണക്കലരി വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വിഷുവിന് തയ്യാറാക്കുന്ന വിഷുക്കട്ടയുടെ പ്രധാനം ഈ ഒരു അരി തന്നെയാണ്. നിങ്ങൾക്കിപ്പോ ഈ ഒരു അരി കയ്യിലില്ലെങ്കിൽ പച്ചരി വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാല് 1.5 കപ്പ് അളവിലാണ്. നല്ല കട്ടിയായിട്ടുള്ള നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വീണ്ടും നല്ലോണം ഇളക്കി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു നാളികേര പാലിൽ നിന്നും വെളിച്ചെണ്ണ ഒന്ന് എളിഞ്ഞു വരും. ഈ ഒരു പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നും ഒരു ആവി വെള്ളമൊക്കെ തുള്ളിത്തിളച്ച് നമ്മുടെ കയ്യിലൊക്കെ വീഴാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഒരു വലിയ തവി എടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ വിഷുക്കട്ട നല്ലതുപോലെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ കട്ടിയായി കിട്ടണം. അതുവരെ നമുക്ക് ഒന്നും കൂടെ ഇളക്കി ഒന്ന് വരട്ടിയെടുക്കാം. പാനിൽ നിന്നും നല്ലതുപോലെ ഒന്ന് വിട്ട് വരുന്നൊരു ഭാഗത്തിലേക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒന്നും കൂടെ കട്ടിയായി വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലേക്ക് നല്ലതായിട്ട് തന്നെ ആവിയും അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. ഇനി ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു വാഴയിലേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കാം. നമുക്കിതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ വാഴയില കിട്ടിയില്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റിയാലും മതി കേട്ടാ. ഒരേപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തി കൊടുക്കാം. നമുക്ക് ഈ വാഴയില ഇതുപോലെ ഒന്ന് ഒരേപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ വിഷുക്കട്ട ഇവിടെ ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ചൂടൊന്ന് ആറി വരുന്നത് വരെയും വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയത്ത് നമുക്ക് വിഷുക്കട്ട മുക്കി കഴിക്കാനായിട്ട് കുറച്ച് ശർക്കര പാനിയും കൂടെ തയ്യാറാക്കാം. ഇനി ശർക്കര പാനി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കര പാനിയാക്കി എടുക്കാനായിട്ട് ഇതിലേക്ക് 200 മില്ലി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ശർക്കര ഒന്ന് മെൽട്ടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കര നല്ല പോലെ തന്നെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ച് ഒരു പാത്രത്തിലേക്ക്
ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/4 കപ്പ് നാളികേരപ്പാല് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2ാം പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാലിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കാം. നാളികേരപ്പാല് ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ശർക്കര പാനിയും നാളികേര പാലും കൂടെ ചേർന്ന് നല്ലവണ്ണം തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം. അതുവരെയും നമുക്ക് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കര പാനിയും നാളികേര പാലും ഒക്കെ ചേർന്ന് നല്ല പോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു നാളികേര പാല് ഞാൻ ചേർത്തിട്ടുള്ളത് 2ാം പാലാണ്. 1ാം പാലൊന്നും ചേർത്ത് കൊടുക്കരുത്. കാരണം 1ാം പാല് ചേർക്കുവാണെങ്കിൽ ഈ ഒരു ശർക്കര പാനിയൊക്കെ പിരിഞ്ഞു പോകുന്ന രീതിയിൽ ഇരിക്കും കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ച് വേണമേ നിങ്ങൾ ചെയ്യാനായിട്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. ഇനിയിപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര പാനിയിലേക്ക് കുറച്ച് ചുക്ക് പൊടിച്ച് ചേർക്കാം. കുറച്ച് ജീരകപ്പൊടി കൂടെ ചേർക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര പാവ് ഇവിടെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനി മറ്റൊരു പാത്രത്തിലേക്ക് കൂടെ മാറ്റാം. ഇപ്പൊ നമ്മുടെ ശർക്കര പാനിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിഷുക്കട്ടയുടെ ചൂടാറിയിട്ടുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വിഷുക്കട്ടയുടെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വിഷുക്കട്ട നന്നായിട്ട് ചൂടാറി വന്നിട്ടുള്ളത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടെ അടർത്തി ഇതിന്റെ മേലെയായിട്ട് കുറച്ച് ചെത്തിപ്പൂവും തുളസി ഇലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊരു ഗാർണിഷിനായിട്ട് മാത്രം ചേർത്തതാണ്. നിങ്ങളുടെ വീടുകളിൽ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയൊന്നും ചെയ്യണമെന്നും നിർബന്ധമില്ല. അങ്ങനെ നമ്മുടെ വിഷുക്കട്ടയും ശർക്കര പാനിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിഷുക്കട്ട അടർത്തി ശർക്കര പാനി മുക്കി കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് വിഷുക്കട്ട മാറ്റുന്നുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ മേലെയായിട്ട് കുറച്ച് ശർക്കര പാനി കൂടെ ഒഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.